ഒരിക്കൽ ഒരു മനുഷ്യൻ മോഷണത്തിനായി ഒരു വലിയ വീടിൻ്റെ അടുത്തെത്തി. അകത്ത് ലൈറ്റ് കിടക്കുന്നത് കണ്ട് പുറത്ത് അയാൾ പതുങ്ങി നിന്നു. ജനലിലൂടെ നോക്കുമ്പോഴാണ് ആ കാഴ്ച അയാൾ കാണുന്നത്. ഒരു വൃദ്ധ കട്ടിലിൽ കിടന്ന് മേശപ്പുറത്തിരിക്കുന്ന ഇൻഹേലർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറേ നേരം ശ്രമിച്ചിട്ടും അവർക്കതിന് സാധിക്കുന്നില്ല. അയാൾ ഒരു നിമിഷം ആലോചിച്ചു. അതിനുശേഷം ജനലിലൂടെ കൈയിട്ട് ഇൻഹേലർ എടുത്ത് അവർക്ക് കൊടുത്തു. പുറത്ത് നിൽക്കുന്നത് ഒരു കള്ളനാണെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും ആ കള്ളനെ അവർ അകത്തേക്ക് വിളിച്ചു. ഒരു കള്ളനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്, അവർ പറഞ്ഞു. അമ്മേ, ഞാനൊരു കള്ളനല്ല, അയാൾ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കൊരു ശസ്ത്രക്രിയയുണ്ട്. അതിനുള്ള പണം തികഞ്ഞില്ല. അതിനാണ് ഞാൻ മോഷ്ടിക്കാൻ ഇറങ്ങിയത്. അവർ തൻ്റെ കയ്യിൽ കിടന്ന 2 സ്വർണ്ണവള ഊരി കള്ളന് കൊടുത്തു. അയാൾ കരഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കാൽക്കൽ വീണു. ആ സ്ത്രീ പറഞ്ഞു, നീ ഇന്നിവിടെ വന്നതുകൊണ്ട് 2 ജീവനാണ് രക്ഷപ്പെട്ടത്. ഒന്ന് എൻ്റേതും മറ്റേത് നിൻ്റെ അമ്മയുടെയും. തെറ്റ് ചെയ്യാനായി ജനിക്കുന്നവരോ തെറ്റിൻ്റെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരോ ഇല്ല. സാഹചര്യങ്ങൾ കൊണ്ടും അപക്വമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൊണ്ടും തെറ്റിലേക്ക് എത്തിച്ചേരുന്നവരാണ് കൂടുതൽ പേര്. അവർക്ക് തിരുത്തണമെന്നുണ്ടാവും. പക്ഷേ നോക്കി നടക്കാനൊരു നക്ഷത്രമോ എത്തിച്ചേരാനൊരു തീരമോ ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു നല്ല മാർഗദർശിക്ക് പിശാചിനെ പോലും വഴി നടത്താൻ പറ്റും എന്നാണ്. എന്നാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരെ നയിക്കാനും കൂടെ നിർത്താനുമാണ് കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നത്. നന്മയുള്ളവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകലല്ല മാർഗദർശികൾ ചെയ്യേണ്ടത്. തിന്മയിൽ വീണുപോയവരെ രക്ഷപ്പെടുത്തുക എന്നതാവണം.